നമസ്കാരം. ഇന്നും നിലനിൽക്കുന്ന സീതാദേവിയുടെ ശാപം ഏതെല്ലാമാണെന്ന് നമുക്ക് പരിശോധിക്കാം. ദശരഥൻ്റെ മരണശേഷം ശ്രീരാമനും ലക്ഷ്മണനും പിണ്ടകർമ്മം ചെയ്യുവാനായി ഗയയിലേക്ക് പോയി. പിണ്ടകർമ്മം ചെയ്യുവാനുള്ള സാധനങ്ങൾക്കായി അവർ കാട്ടിലേക്ക് പോയപ്പോൾ തിരിച്ചു വരുവാൻ വൈകി. മുഹൂർത്തം കടന്നു പോവാതിരിക്കാൻ അവിടെയുണ്ടായിരുന്ന വസ്തുക്കൾ വെച്ച് സീതാദേവി പിണ്ടബലി നടത്തി. സീതാദേവി സാക്ഷികളായി ഫൽഗുനദി, പശു, ഒരു ബ്രാഹ്മണൻ, ഒരു പേരാൽ വൃക്ഷത്തെയും സാക്ഷി നിർത്തി. ശ്രീരാമൻ തിരിച്ചു വന്നപ്പോൾ പേരാൽ ഒഴികെ മറ്റെല്ലാവരും ശ്രീരാമൻ കോപിക്കുമെന്ന് കരുതി കള്ളം പറഞ്ഞു. സീതാദേവി അവിശ്വസ്തരായ സാക്ഷികൾക്ക് ശാപം നൽകി. ഫൽഗുനദിക്ക് നീ പേരിൽ മാത്രം ഒരു നദിയാകും, ഒരിക്കലും നീ ഒരു പൂർണ്ണ നദിയായി ഒഴുകില്ല. ഇന്നും ഫൽഗുനദിയിൽ താഴെയുള്ള മണൽ മാറ്റിയാൽ മാത്രമേ വെള്ളം കാണുകയുള്ളൂ. പശുവിനെ നീ എത്ര പൂജകളിൽ പങ്കെടുത്താലും ആളുകൾ നിനക്ക് എപ്പോഴും ബാക്കിയുള്ള ഭക്ഷണമേ നൽകൂ എന്ന് പശുവിനെ ശപിച്ചു. നിനക്ക് എത്ര തന്നെ ദാനം ലഭിച്ചാലും എപ്പോഴും ദാരിദ്ര്യം അനുഭവിക്കുമെന്ന് ബ്രാഹ്മണർക്കും ശാപം നൽകി. പേരാൽ വൃക്ഷം മാത്രമാണ് സത്യം പറഞ്ഞത്. അതിനാൽ നിന്റെ കീഴിൽ വെച്ച് ആരാധിക്കുന്ന ഉപദേവതകളും പൂജകളും ഫലപ്രദമാവും എന്ന് പേരാൽ വൃക്ഷത്തെ അനുഗ്രഹിച്ചു. ഇത് ബീഹാറിലെ ഗയയിൽ പിണ്ടദാനത്തോടനുബന്ധിച്ചുള്ള ഐതിഹ്യമാണ്. നന്ദി.